ഇറാന് മൂക്കുകരുടാൻ ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് എത്തുന്നു. ഇറാനെ ആണവമുക്തമാക്കുമെന്ന് ആവർത്തിച്ചുറപ്പിച്ച് പറയുകയാണ് ട്രംപ്. ജനുവരിയിൽ വൈറ്റ് ഹൗസിൽ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുന്ന സമയത്ത് തന്നെ ഇറാനെതിരെയുള്ള കടുത്ത നടപടികളുണ്ടാകും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ ട്രംപ് നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇറാനോടുള്ള എല്ലാ തരത്തിലുമുള്ള സൗഹാർദ്ദവും അമേരിക്ക അതോടുകൂടി അവസാനിപ്പിക്കുമെന്നുള്ള വിവരങ്ങൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നു. ഇറാൻ്റെ ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനത്തെ നഖശികാന്തം എതിർക്കുന്ന നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ ഉപരോധങ്ങൾ ഇറാനുമേൽ ഏർപ്പെടുത്തിയത്. അതിനുശേഷം വന്ന ബൈഡൻ ഭരണകൂടം ഇറാനോട് അല്പം സൗഹാർദ്ദപരമായ സമീപനമാണ് സ്വീകരിച്ചതെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയ സമയത്ത് ട്രംപ് പറഞ്ഞത് ഇസ്രായേൽ ചെയ്യേണ്ടത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച് തീർക്കുക എന്നുള്ളതാണ്. ഇറാൻ എന്ന രാജ്യത്തിനെ സമ്പൂർണ്ണമായി അഗ്നിക്കിരയാക്കുക എന്നതാണ് അന്ന് ട്രംപ് പറഞ്ഞ വാക്ക്. അത്രത്തോളം ഷാർപ്പാണ്, അത്രത്തോളം വ്യക്തമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകൾ. ആ ട്രംപ് ഒരിക്കൽ കൂടി അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും അധികം ഭയക്കുന്നത് ഇറാൻ തന്നെയാണ്. ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ സംബന്ധിച്ച്, ആണവ പദ്ധതികളെ സംബന്ധിച്ച് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായ വിവരങ്ങളുണ്ട്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിടുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഇറാൻ ആണവായുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആണവ പരീക്ഷണം നിർത്തിവെച്ചു എന്ന് ഇറാൻ പറയുമ്പോഴും പ്രധാനപ്പെട്ട കുന്നുകളിൽ, പ്രധാനപ്പെട്ട പർവ്വതങ്ങളിലൊക്കെ തന്നെ ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളുണ്ട്. ആ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിൽ നിലവിൽ ആണവ പരീക്ഷണം ഇറാൻ നടത്തുന്നുമുണ്ട്. എന്നാൽ ഇതൊക്കെ അതീവ രഹസ്യമായിട്ടാണ്. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പോലും ഇവ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അമേരിക്ക കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത്. ഹിസ്ബുള്ളയ്ക്കും ഇറാനുമിടയിൽ വലിയ തോതിലുള്ള ആശയവിനിമയം നടക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ആയുധങ്ങൾ നിരവധി എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇറാൻ നടത്തുന്നു. ഇറാൻ നേരിട്ടല്ലെങ്കിൽ കൂടി ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഹമാസിനെ ഉപയോഗിച്ച് ഇസ്രായേലിലേക്ക് രാസായുധ ആക്രമണം നടത്തും. അതുമാത്രവുമല്ല, വൻതോതിലുള്ള ആണവ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുക എന്ന് ഇസ്രായേലിന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇസ്രായേൽ വളരെ ഗൗരവമുള്ള ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നത്. ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെയും ആണവ പദ്ധതികളെയും ആക്രമിച്ച് നശിപ്പിക്കാനുള്ള വമ്പൻ നീക്കമാണിപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി സിറിയയുടെ വ്യോമപാത സുഗമമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. സിറിയയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിനെ താറുമാറാക്കി തകർത്തു. ഇനി യഥേഷ്ടം സ്വതന്ത്രമായി സിറിയയുടെ ആകാശത്തിലൂടെ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് സഞ്ചരിക്കാം. ലക്ഷ്യം ഇറാനാണ്, ഇറാനിലെ ആണവ കേന്ദ്രങ്ങളാണ്. അതിന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ഇറാനെ ആണവമുക്തമാക്കാനുള്ള വമ്പൻ നീക്കമാണ് ട്രംപ് നടത്തുന്നത്. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ട്രംപ് എടുക്കുന്ന ആദ്യ തീരുമാനം ഇറാനെതിരെ ഉള്ളതായിരിക്കും. അതിനു മുൻപായി ലോകത്തെ യുദ്ധങ്ങൾ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ട്രംപ്. എന്നാൽ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഹബ്ബായ ഇറാൻ ഇത്തരത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ലോകത്ത് ഇസ്ലാമിക തീവ്രവാദം വളരുക തന്നെ ചെയ്യും. അതിന് ആദ്യമായി ചെയ്യേണ്ടത് ഇറാൻ്റെ അടിവേരിളക്കുക എന്നുള്ളതാണ്. ഇറാൻ്റെ ആയുധ ശേഖരങ്ങൾക്ക് നേരെ, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും.